അയാൾ സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സ്നേഹപൂർവ്വം ശ്യാമ എന്ന സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂ ആണ്. അങ്ങനെ നമ്മുടെ ശ്യാമനെ കാണാതിരിക്കുകയാണ്. അപ്പോൾ ശ്യാമേനെ കാണാൻ വേണ്ടിയിട്ട് രാധികയും വരുണും കൂടിയിട്ട് ആ വീട് മൊത്തം അരിച്ചു പൊറുക്കുകയാണ്. അവിടെ ഒട്ടും കാണുന്നില്ല, അതേപോലെ തന്നെ ഏടത്തിനെയും കാണാനില്ല. അപ്പോൾ ഈ പോലീസുകാർ അവിടെ സിറ്റൗട്ടിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്തേക്ക് നേരെ അങ്ങ് കയറി ചെല്ലുകയാണ്. എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ ശ്യാമ മേഡത്തിനും ഏടത്തിനും ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകുന്നതോ എന്തെങ്കിലും കണ്ടിരുന്നോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുമ്പോഴാണ് അവർ ഇവരെ മിസ്സിങ് ഉള്ള കാര്യം തന്നെ അറിയുന്നത്. അപ്പോൾ ഇല്ല, ഞങ്ങൾ മുന്നിൽ കൂടെ ഇതുവരെ പോയിട്ടില്ല, അവർ പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയണത്. അപ്പോഴാണ് ഒരു കാര്യം അവരോട് പറയുന്നത്, ശ്യാമ മേഡം മിസ്സിങ് ആണ്, ഈ വീട്ടിൽ എവിടെയും കാണുന്നില്ല, ഞങ്ങൾ വീട് മൊത്തം അരിച്ചു പൊറുക്കിയതാണ് എന്നൊക്കെ അങ്ങനെ ഇവരോട് പറയണേ. അപ്പോൾ പിന്നെ ഈ പോലീസുകാർ അറിയുന്നുണ്ട്, വാ നമുക്ക് ഒന്നുകൂടി നോക്കാം, ഞങ്ങൾ കൂടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വീടിൻ്റെ പുറത്തും ഗേറ്റിൻ്റെ അവിടെ എല്ലായിടത്തും തിരഞ്ഞു നോക്കുന്നുണ്ട്. ആ തെരച്ചിലിനിടയിൽ പിന്നെ രാധികയുടെ കൺട്രോൾ അങ്ങ് പോകുന്നുണ്ട്. എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ, നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടായിട്ട് നമ്മളെ അമ്മ എങ്ങോട്ടാ പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളങ്ങ് കരയാൻ തുടങ്ങുന്നു. അപ്പോൾ പിന്നെ വരുൺ അവളെയും കൂടി ഒന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. നീ ഇങ്ങനെ കരയല്ലേ, എവിടെയും പോയിട്ടുണ്ടാവില്ലേ, ശവമേടെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും, നീ ഇങ്ങനെ ടെൻഷനാകൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ അവളെ അങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ ആശ്വസിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ ഇവന് നേരെ ആ കമ്മീഷണർക്ക് അങ്ങ് ഫോൺ ചെയ്യാണ്. എന്നിട്ട് ആ കമ്മീഷണറോട് കാര്യം പറയാണ്, ഞങ്ങളിവിടെ വീട്ടിലുണ്ടായിരുന്നു, പക്ഷേ ഒരു നേരം വെളുത്ത് ഞങ്ങൾ പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന സമയത്താണ് ശ്യാമ മേഡത്തിനും ഏടത്തിനും കാണാത്തത്. ഈ വീട് മൊത്തം ഞങ്ങൾ അരിച്ചു പൊറുക്കിയതാണ്, പക്ഷേ ഇവിടെ എവിടെയില്ല എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ആ കമ്മീഷണർ പറയുന്നുണ്ട്, അല്ല ആ പോലീസുകാർ രണ്ടുപേരും അവിടെ തന്നെ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവരവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നൊക്കെ അങ്ങനെ വരുണ് അയാളോട് പറയുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, എന്നാൽ പെട്ടെന്ന് ആ പോലീസുകാർക്ക് ആ ഫോണൊന്ന് കൊടുത്തേ എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പം വരുണ് പറയുന്നുണ്ട്, പക്ഷേ അവരൊന്നും കണ്ടിട്ടില്ല പോകുന്നതൊന്നും എന്നൊക്കെ ഇങ്ങനെ ഇവന് പറയണമെങ്കിൽ ആ കമ്മീഷണർ പറയുന്നുണ്ട്, നീ പെട്ടെന്ന് ആ പോലീസുകാർക്ക് ആ ഫോണൊന്ന് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് രാധികയ്ക്ക് ഭയങ്കര ടെൻഷൻ വരുന്നുണ്ട്. ശ്യാമക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട്, എന്താണ് ശ്യാമ എവിടെ പോയി എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് ഇവള് അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളിങ്ങനെ ഭയങ്കരമായിട്ട് കരച്ചിലും ബഹളമൊക്കെ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ കമ്മീഷണർ നേരെ വരുണിനോട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും നേരിട്ട് അങ്ങോട്ട് വരാം എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് അയാൾ ഫോൺ വെക്കുകയാണ്. പിന്നെ ഈ സൂര്യ വീട്ടിലെ കണിമംഗലത്ത് അങ്ങനെ മാറ്റി ഒരുങ്ങി നിൽക്ക് പോകാൻ വേണ്ടിയിട്ട്, ആ രജിസ്ട്രേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്നും കണിമംഗലത്ത് ആരും അറിഞ്ഞിട്ടില്ല. വരണിൻ്റെ അച്ഛനാണെങ്കിൽ അവിടെ സോഫയിൽ ഒരു സമാധാനത്തിൽ ഇരിക്കുകയാണ്, പ്രശ്നങ്ങളൊക്കെ ഇന്ന് സോൾവ് ആകുമല്ല എന്നുള്ള ആ ഒരു സമാധാനത്തിൽ ഇരിക്കുകയാണ്. അപ്പം പത്മിനി ഒരു കപ്പ് ചായ ഒക്കെ ആയിട്ട് ഇങ്ങനെ പരമേശ്വരൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ചായ ഒക്കെ കൊടുക്കുന്ന സമയത്ത്, അല്ല സൂര്യ മാറ്റി വന്നോ, അവന് എന്താ രജിസ്ട്രേഷൻ അവരുടെ രാധികയുടെ അടുത്തേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ല, അവന് റെഡി ആയോ എന്നൊക്കെ അങ്ങനെ ഈ പരമേശ്വരൻ ചോദിക്കുമ്പോൾ പത്മിനി പറയുന്നുണ്ട്, അവന് മാറ്റി വരുന്നുണ്ട്, എന്തായാലും അവനും പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവരതേക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞൊരു സമാധാനത്തിൽ നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ കൽപ്പന ഉർവശി അങ്ങ് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, അല്ല ഏടത്തി എന്താ ചായ ഉണ്ടാക്കിയില്ലേ എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പത്മിനി അറിയുന്നുണ്ട്, ആ നിങ്ങളാരും കാണാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ചായ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നൊക്കെ അങ്ങനെ പറയുന്നത്. അപ്പോൾ പിന്നെ ഉർവശി അറിയുന്നുണ്ട്, ഓ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കില്ലേ, രജിസ്ട്രേഷൻ അല്ലേ ഇന്ന്, അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും ആ രാധിക എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായിരിക്കും, അതിൻ്റെ ആഹ്ലാദത്തിലായിരിക്കും അല്ലേ എന്നൊക്കെ അങ്ങനെ ഇവർ നാക്കി ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം പത്മിനിക്കും പരമേശ്വരനൊന്നും ഇവരുടെ ആ ഒരു ചൊറിച്ചിൽ സംസാരം ഇഷ്ടപ്പെടുന്നതല്ല. അപ്പോൾ പത്മിനി പറയുന്നുണ്ട്, ആ അങ്ങനെ വേണമെങ്കിൽ കൂട്ടിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയണേ. ആ സമയത്താണ് സൂര്യ ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇവന് മാറ്റി ഒരുങ്ങി ഇങ്ങനെ പോകാൻ നിൽക്കുന്നത് കണ്ടിട്ട് കൽപ്പന ചോദിക്കുന്നുണ്ട്, അല്ല നീ എങ്ങോട്ടാണ് പോകുന്നത് സൂര്യ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവൻ പറയുന്നുണ്ട്, അതെ എന്നെ രാധിക വിളിച്ചിരുന്നു എന്നാൽ രാത്രി രജിസ്ട്രേഷന് ഞാനും അവിടെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട്, അതുകൊണ്ട് ഞാനും അങ്ങോട്ട് പോവുകയാണ്, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അപ്ഡേഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ച് പറയണ്ടേ എന്നൊക്കെ അങ്ങനെ ഈ സൂര്യ പറഞ്ഞിട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് കൽപ്പന അറിയുന്നുണ്ട്, ഓ എന്നാൽ വേഗം ചെല്ല്, അനിയത്തിക്ക് എങ്ങാനും എന്താ മനസ്സ് മാറിയാലോ, അവിടെ ഉണ്ടാകുന്നത് തന്നെയാണ് നല്ലത്, അല്ലെങ്കിൽ അനിയത്തിക്ക് മനസ്സ് മാറി സ്വത്തൊന്നും തരൂല എന്നൊക്കെ വിചാരിച്ചാലോ എന്നൊക്കെ കൽപ്പന അവളുടെ ആ ഒരു ചൊറിച്ചിൽ സംസാരം അങ്ങ് സംസാരിക്കണം. അപ്പോൾ പിന്നെ സൂര്യ പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ അനിയത്തി എന്ന് പറയുന്നത് നിന്നെപ്പോലെ അല്ല വാക്ക് മാറാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പേടി പോലും ഇല്ല എന്നൊക്കെ അങ്ങനെ അവളോടും അങ്ങ് തിരിച്ച് പറയുന്നുണ്ട്. ആ സമയത്താണ് വരുൺ അങ്ങ് അവന് കോൾ ചെയ്യുന്നത്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, ആ വരുണ് വിളിക്കുന്നുണ്ട്, ഞാനൊന്ന് എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അങ്ങ് സംസാരിക്കണം. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, ആ ഞാനിപ്പോൾ അങ്ങോട്ട് വരാൻ നിൽക്കുകയാണ് വരുന്നത് എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ അവന് കാര്യങ്ങളെല്ലാം ഇവനോട് അങ്ങ് പറയാണ്. അവർ എണീറ്റ് പോകാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ശ്യാമിനെ കാണാനില്ല എന്നും പുള്ളി തിരഞ്ഞു നോക്കി ഇവിടെ എവിടെയും കാണുന്നില്ല, അവരെ മിസ്സിങ് ആണ് എന്നുള്ള ആ വാർത്തയൊക്കെ ഇവനോട് അങ്ങ് പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവന് ഭയങ്കര ഷോക്കാവുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇവരെല്ലാവരും എന്താ സംഭവം എന്നൊക്കെ അങ്ങനെ വിചാരിച്ച് ഇവനെ തന്നെ നോക്കി നിൽക്കണം. അപ്പോൾ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ പത്മിനി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റുമോ സൂര്യ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനൊന്നും മിണ്ടുന്നില്ല. കാരണം എല്ലാവരും ആ ഒരു പ്രതീക്ഷയിൽ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനൊരു വാർത്ത.
അപ്പോൾ പിന്നെ പരമേശ്വരന് കൺട്രോൾ അങ്ങ് പോണ്. അപ്പോൾ സൂര്യനോട് പറയുന്നുണ്ട്, നിന്നോടല്ല ചോദിച്ചത് സൂര്യ, എന്താ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ അവനോട് അങ്ങ് കയർത്ത് സംസാരിക്കണം. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, അത് പിന്നെ അച്ഛാ നമ്മുടെ ശ്യാമ മേഡത്തിനെ ഒന്നും കാണുന്നില്ല വീട്ടിൽ എന്നൊക്കെ ഇങ്ങനെ പറയണേ. എന്തോ മിസ്സിങ് ആണ്, അവരിപ്പോൾ വീട്ടിൽ കാണുന്നില്ല എന്നുള്ള ഒരു വാർത്ത അറിയുമ്പോൾ ഇവരങ്ങ് ഷോക്കാവാണ്. അല്ല അവർക്ക് എന്താ സംഭവിച്ചതെന്നൊക്കെ വിചാരിച്ചിട്ട് എന്തായാലും പോലീസിനൊക്കെ അന്വേഷിക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് എല്ലാം റെഡിയാവുന്ന തോന്നുന്നു, ഞാൻ എന്തായാലും അങ്ങോട്ട് പോകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ഉർവശിക്കും കൽപ്പനയ്ക്കും പിന്നെ സന്തോഷമാവുകയാണ്. അവർക്ക് ആ ഒരു സന്തോഷ വാർത്ത, അതിലും വലിയ ഒരു സന്തോഷ വാർത്ത അവർ കേൾക്കാനില്ല. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, വേണമെങ്കിൽ ആ ശ്യാമക്ക് ഈ സ്വത്തുക്കളൊക്കെ അങ്ങനെ തിരിച്ചങ്ങ് കൊടുക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. മകൾക്ക് അങ്ങ് കൊടുക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയായിരുന്നു ഇവിടെ ബഹളം. വേണമെങ്കിൽ അവരങ്ങ് വിചാരിച്ചിട്ടുണ്ടാകും അവരെ ഈ സ്വത്തുക്കൾ മൊത്തം ഇവർക്ക് അങ്ങ് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ ചിന്തിച്ചിട്ട് വേഗം നാട് വിട്ടതായിരിക്കും എന്നൊക്കെ അങ്ങനെ ഇവരങ്ങ് പറയണം. അപ്പം പരമേശ്വരൻ പറയുന്നുണ്ട്, അവരങ്ങനെയുള്ള ആളുകളല്ല, അവരെ എനിക്ക് നന്നായിട്ട് അറിയാം, അവരങ്ങനെയൊന്നും ചെയ്യൂല. പിന്നെ നിങ്ങൾ ഈ തകർന്ന് തരിപ്പടായി നിൽക്കുന്ന ഈ സമയത്ത് നിങ്ങളുടെ ഈ ഒരു ചൊറിച്ചിൽ വർത്താനം എല്ലാ സമയത്തും ഞാൻ ക്ഷമിച്ചെന്ന് വരുത്തുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ മുന്നിൽ നിന്ന് ഇവിടെ നിന്ന് പോയിക്കോ രണ്ടാളും എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് അവരോട് അങ്ങ് ദേഷ്യപ്പെടണം. അപ്പോൾ പിന്നെ അവർ വേഗം അങ്ങ് കയറി പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ കയറി പോയിട്ട് ഇവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇവർ നേരെ ചന്ദ്രശേഖരനെ വിളിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. കൽപ്പന റൂമിൽ ചെന്നിട്ട് ഇങ്ങനെ ഉർവശിനോട് സംസാരിക്കുന്നുണ്ട്, അല്ല ഇനി ചെറിയച്ഛൻ എങ്ങാനും ആയിരിക്കും ഈ ശ്യാമനെ തട്ടിക്കൊണ്ടുപോയത്. കാരണം ചെറിയച്ഛൻ്റെ ആവശ്യമാണ് ഇവരുടെ ഈ ഒരു രജിസ്ട്രേഷൻ നടക്കരുത് എന്നുള്ള. ചെറിയച്ഛൻ എന്ത് വേണമെങ്കിലും ചെയ്യും തൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്, തൻ്റെ നേട്ടത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഉറപ്പാണ് അത് ചന്ദ്രേട്ടൻ തന്നെ ചെയ്തതായിരിക്കും എന്നൊക്കെ അങ്ങനെ ഇവരോട് പറയുന്നുണ്ട്. ഉർവശി പറയുന്നുണ്ട്, ചന്ദ്രേട്ടൻ അതൊന്നും ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല, അത് ചന്ദ്രേട്ടനൊന്നും ആയിരിക്കില്ല. പിന്നെ ശ്യാമക്ക് ഒരുപാട് ശത്രുക്കളൊക്കെ ഉണ്ട് എന്ന് അവർ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞതല്ലേ, അതുകൊണ്ട് അവരാരെങ്കിലൊക്കെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഇവർ ചർച്ച ചെയ്യണം. അപ്പോൾ കൽപ്പന ഉറപ്പിക്കുകയാണ് എന്തായാലും ചന്ദ്രശേഖരൻ തന്നെ ആയിരിക്കും, അതിലൊരു മാറ്റമില്ല, ചന്ദ്രശേഖരന് എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരാളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൽപ്പന പറയുന്ന സമയത്താണ് എന്തായാലും ചന്ദ്രശേഖരൻ ഇങ്ങോട്ട് അങ്ങ് ഉർവശിക്ക് വിളിക്കുന്നത്. അപ്പോൾ ഉർവശി അതാ ചന്ദ്രേട്ടൻ വിളിക്കുന്നുണ്ട്, ഞാൻ ഫോൺ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് ഫോൺ എടുക്കുകയാണ്. അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ചന്ദ്രശേഖരൻ ഇങ്ങോട്ടങ്ങ് പറയുന്നത്, അല്ല നീ അറിഞ്ഞോ ശ്യാമ മിസ്സിങ് ആയ കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ഈ ഉർവശി ചോദിക്കുന്നുണ്ട്, അല്ല ചന്ദ്രേട്ടനാണോ ഇനി ഇതിന് പിന്നിൽ, ചന്ദ്രേട്ടൻ എങ്ങാനും ഈ ശ്യാമനെ തട്ടിക്കൊണ്ട് പോയോ എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നത് എനിക്ക് തോന്നുന്നുണ്ട്, ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. എന്തായാലും ആ ഒരു സംഭവം നമുക്ക് നല്ലൊരു കാര്യം തന്നെയാണ്. ശ്യാമക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് എന്നൊക്കെ അവരുടെ ഇൻ്റർവ്യൂവിൽ അവർ തന്നെ പറഞ്ഞതല്ലേ, അല്ലാതെ അതിലുള്ള ആരെങ്കിലൊക്കെ തന്നെ ആയിരിക്കും ഈ ചെയ്തത്. പിന്നെ അവരുടെ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശത്രുക്കൾ അവർക്ക് ഉണ്ടായിരുന്നു എന്നും മകളെ തട്ടിക്കൊണ്ട് പോയതും ആ മകളെയും കൊല്ലാൻ നോക്കിയ കാര്യങ്ങളും എല്ലാം അവരും തന്നെ അങ്ങ് പറഞ്ഞതല്ലേ. അതുകൊണ്ട് അവരാരെങ്കിലൊക്കെ ആയിരിക്കാനാണ് വഴി, ഞാനൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ ഇവരോടങ്ങ് പറയണേ. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, ഇനി നിങ്ങൾ രണ്ടുപേരും അവിടെ ആ ഒരു ജപ്തി നടക്കുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും അവരങ്ങനെ ആശ്വസിപ്പിച്ച് അവിടെ നിന്നാൽ മതി, അല്ലാതെ വേറെ ഒന്നും ചെയ്യണ്ട എന്നൊക്കെ ഇങ്ങനെ ഇവരോടങ്ങ് പറയുന്നുണ്ട്. ഇവർ ഓക്കെ അത് തന്നെ ചെയ്തോളാം ഓക്കെ എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അവരങ്ങ് ഫോം വെക്കുകയാണ്. അപ്പോൾ ഫോം വെച്ച് കഴിഞ്ഞിട്ട് ഉർവശി കൽപ്പനയോട് പറയുന്നുണ്ട്, ചന്ദ്രേട്ടനൊന്നും അല്ല എന്നാ ചന്ദ്രേട്ടൻ പറഞ്ഞത്, ചന്ദ്രേട്ടൻ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ചന്ദ്രേട്ടൻ നമ്മളോട് പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊന്നും നമ്മളോട് ഉണ്ടാക്കണ്ട, മിണ്ടാതിരിക്കാനാണ് നമ്മളോട് രണ്ടുപേരോടും പറഞ്ഞത്. പിന്നെ ഈ ജപ്തി സമയത്ത് അവരെ അങ്ങ് ആശ്വസിപ്പിക്കാനൊക്കെ പറഞ്ഞ് ഒരു പ്രശ്നത്തേക്കും നമ്മൾ ഇടപെടാൻ പോകണ്ട എന്നൊക്കെ അങ്ങനെ ഇവർ പറയാണ്. അപ്പോൾ കൽപ്പന അറിയുന്നുണ്ട്, അപ്പോൾ ചെറിയച്ഛൻ അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും അവരെ തട്ടിക്കൊണ്ട് പോയത് എന്നൊക്കെ അങ്ങനെ ഇവരങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ ഈ ഉർവശി പറയുന്നുണ്ട്, അവർക്ക് ഒരുപാട് ശത്രുക്കളൊക്കെ ഉള്ളതല്ല, അവരാരെങ്കിലൊക്കെ ആയിരിക്കും എന്നൊക്കെ അങ്ങനെ ഇവരൊരു അനുമാനത്തിൽ എത്തുകയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ശ്യാമയുടെ വീട്ടിലാണെങ്കിൽ ആ കമ്മീഷണർ വീട്ടിലേക്ക് അങ്ങ് നേരിട്ട് വന്നിരിക്കുകയാണ്. അപ്പം വരുണിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഇങ്ങനെ എന്തായിരുന്നു സംഭവം എന്നുള്ള ആ ഒരു സിറ്റുവേഷനൊക്കെ ഇങ്ങനെ ഇവരോട് ചോദിച്ചറിയണേ. അപ്പോൾ ഇവർ രാവിലെ എണീറ്റപ്പോൾ കാണാത്ത കാര്യങ്ങളും എല്ലാം അവരോട് അങ്ങ് പറയുന്ന കണ്ട. അപ്പോൾ ഈ കമ്മീഷണർ പറയുന്നുണ്ട്, ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടുകാരിയാണ് മിസ്സിങ് ആയത്, അവരാണ് കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ആരും പറയണ്ടേ കിഡ്നാപ്പ് ചെയ്യേ, അത് സാറിന് അങ്ങനെ അറിയാം എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പം ഈ കമ്മീഷണർ പറയണ്ടേ, ഈ കിഡ്നാപ്പ് ചെയ്യാമെന്ന് പറഞ്ഞത് ഈ വീട്ടിലുള്ള നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു, പക്ഷേ നിങ്ങൾ ആരും അറിയാതെയാണ് അവർ രണ്ടുപേരും ഇവിടുന്ന് മിസ്സിങ് ആയത്. അപ്പോൾ അതിനർത്ഥം അവർ കിഡ്നാപ്പ് ചെയ്തതാണ്. പിന്നെ അവർക്ക് ഒരുപാട് ശത്രുക്കളും ഉണ്ടായിരുന്നു, അപ്പോൾ അതിലാരെങ്കിലുമൊക്കെ ചെയ്തതായിരിക്കും എനിക്ക് ഉറപ്പാണ് എന്നൊക്കെ അങ്ങനെ ഇവരോടങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ പിന്നെ രാധികക്ക് കൺട്രോൾ അങ്ങ് പോവാണ് കരച്ചിലിൻ്റെ. ഇവൾ ഭയങ്കരമായിട്ട് ബഹളം വെക്കുകയാണ്. എൻ്റെ അമ്മ ഒരുപാട് കാലത്തിന് ശേഷം ഞങ്ങളൊന്ന് കണ്ടുമുട്ടി ജീവിക്കാൻ തുടങ്ങിയതാണ്, അപ്പോൾ അതിന് ഇങ്ങനെയൊന്നും സംഭവിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ ഭയങ്കരമായിട്ട് കരച്ചിൽ.
അപ്പോൾ വരുണ് നേരെ ചെന്നിട്ട് അവളങ്ങനെ ആശ്വസിപ്പിക്കാനൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കമ്മീഷണർ പറയുന്നുണ്ട്, നീ എന്തായാലും അവളെ ഒന്ന് ആശ്വസിപ്പിക്കുക, എന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ തീരുമാനത്തിലെത്താം. പിന്നെ ഞങ്ങൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് അവരെ പിടിക്കും, ശ്യാമിനെ നമ്മൾ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരും എന്നൊക്കെ അങ്ങനെ അവർക്കൊരു ഉറപ്പൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവരാണെങ്കിൽ ഭയങ്കര കരച്ചിലുമാണ്. അപ്പോൾ വരുണിങ്ങനെ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്, നീ ഇങ്ങനെ കരയൊന്നും വേണ്ട, നിൻ്റെ അമ്മേനെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവളെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും ഇവൾക്ക് അങ്ങ് കൺട്രോൾ പോവാണ്. ഇവൾ ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നു, കരയുന്നൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ആറ്റുവാശ്ശേരിയിൽ അവരെ രണ്ടുപേരുണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കാൻ, നമ്മുടെ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും കൂടിയിട്ട് അവർ ഭയങ്കര ഹാപ്പിയാണ്. അവരവിടെ വീട്ടിൽ വന്നിട്ട് ആ ടേബിളിന്മേലുണ്ടാവും ഒരു പ്ലേറ്റും ഒരു സ്പൂണും, അത് രണ്ടും കൂടി അങ്ങ് കൂട്ടിമുട്ടിച്ച് ബഹളം വെക്കുകയാണ്. അപ്പം ബഹളം ഉണ്ടാക്കുകയാണ് ഈ പ്ലേറ്റുമ്മേൽ സ്പൂൺ അങ്ങ് അടിച്ചിട്ട്. അപ്പോൾ ഈ സൗണ്ട് കേട്ടിട്ട് നമ്മുടെ അച്ഛനും അമ്മയും ദേവനും യശോദയും കൂടി അങ്ങോട്ട് വന്നിട്ട് ദേവനോടും യശോദനോടും ഇങ്ങനെ ഇവരിങ്ങനെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ആ ഒരു സൗണ്ട് ഉണ്ടാക്കി വിളിച്ച് വരുത്തിയതാണ് ഈ രീതിയിൽ. അപ്പോൾ യശോദ വന്ന സമയത്ത് പ്രിയങ്കനോട് ദേഷ്യപ്പെടുകയാണ്, നീ എന്താ ഈ കാണിക്കുന്നത് ഇങ്ങനെ ബഹളം വെച്ചിട്ട് എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അവളോട് അങ്ങ് ഷൗട്ട് ചെയ്യുന്നുണ്ട്, ആ പ്ലേറ്റ് അങ്ങ് പിടിച്ച് അടിച്ചിട്ട്. അപ്പോൾ ഇവൾ പറയുന്നുണ്ടേ, പണ്ട് കാലത്തൊക്കെ വിളംബരം ചെയ്യാൻ ഇതുപോലെ ഇങ്ങനെ മുട്ടി സൗണ്ടൊക്കെ ഉണ്ടാക്കി ആൾക്കളെ വരുത്തലേനെ, പക്ഷേ ഈ കാലത്ത് അങ്ങനെയൊന്നും ഇല്ലല്ലോ, പക്ഷേ ഞാനിവിടെ നിന്ന് ട്രൈ ചെയ്തതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ സുകുമാരി മുത്തശ്ശി അറിയണ്ട, എന്തായാലും ആളുകളൊക്കെ വന്നല്ലേ ഇനി നമുക്ക് കാര്യം പറയാം എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ഇവർ ഭയങ്കര സന്തോഷത്തിൽ കാര്യങ്ങളൊക്കെ പറയണേ. നിങ്ങൾ രണ്ടുപേരും അറിഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട്, അതേ ആ ശ്യാമനെ അവരുടെ കൂടെയുള്ള ആ പെണ്ണിന് രണ്ടുപേരും മിസ്സിങ് ആണ് എന്നൊക്കെ ഇങ്ങനെ ഇവരോട് അങ്ങ് പറയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് ഇവരൊന്ന് ഞെട്ടുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, വെറുതെ ഓരോ കള്ളം പറയണ്ട എന്നൊക്കെ അങ്ങനെ ഇവർ അവരോട് അങ്ങ് പറയാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, അങ്ങനെ ഞങ്ങൾ പറയുന്ന വിശ്വാസം അല്ലെങ്കിൽ ഒന്ന് ടി വി ഇട്ട് നോക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ മോൾക്ക് തന്നെ വിളിച്ചു നോക്ക്. എന്തൊക്കെയായിരുന്നു ഇവിടെ ബഹളം. ഒരു ശ്യാമ വരുന്നു, തൻ്റെ മകളാണെന്നൊക്കെ തിരിച്ചറിയുന്നു, സർവ്വ സ്വത്തുക്കൾ അവൾക്ക് അങ്ങ് എഴുതി വെക്കുന്നു, എന്നിട്ട് അവളെ അങ്ങ് രാജകുമാരിയാക്കി അങ്ങ് കയറ്റി വെച്ചിരിക്കുകയല്ലായിരുന്നു, ഒക്കെ പോയില്ലേ. ഓ എന്തൊക്കെ ബഹളമായിരുന്നു നിങ്ങളുടെയൊക്കെ അഹങ്കാരം, ഇപ്പം അതൊക്കെ തീർന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ഇവരങ്ങ് കളിയാക്കി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാവണം എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവർ സംശയിക്കുന്നത് ഈ സുകുമാരി മുത്തശ്ശിയും കൽപ്പനയല്ല ഈ പ്രിയങ്കയും കൂടി ആയിരിക്കും ഈ തട്ടിക്കൊണ്ട് പോകലിൻ്റെ പിന്നിൽ എന്നാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, സത്യം പറയാം നിങ്ങൾ രണ്ടുപേരും അല്ല ഇതിൻ്റെ പിന്നിൽ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, ഞങ്ങളെന്തിനാണ് അവരെ തട്ടിക്കൊണ്ട് പോകുന്നത് എന്നൊക്കെ അങ്ങനെ ഇവരങ്ങ് ചോദിക്കാണ്. അപ്പോൾ ദേവൻ പറയുന്നുണ്ട്, നിങ്ങൾക്കല്ലേ കുറേ ഗുണ്ടകളും ലഹരി മാഫിയൊക്കെ ആയിട്ട് ഒരു കണക്ഷൻ ഉള്ളത്, അപ്പോൾ നിങ്ങൾ തന്നെ ആയിരിക്കും, നിങ്ങൾക്ക് പിന്നെ മോളുടെ എല്ലാ നല്ല കാര്യങ്ങളും തടയാൻ വേണ്ടിയിട്ടുള്ളൊരു ആഗ്രഹം ഉള്ളവരാണ്, അതുകൊണ്ട് നിങ്ങൾ തന്നെ ആയിരിക്കും ശ്യാമനെ തട്ടിക്കൊണ്ട് പോയതെന്ന് അവരോടങ്ങ് പറയണം. അപ്പോൾ ഇവർ സമ്മതിച്ചു കൊടുക്കുന്നില്ലേ, ഞങ്ങൾക്ക് എന്തിനാ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരോട് അങ്ങ് കയർത്ത് സംസാരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു നിങ്ങൾക്ക്, ഈ ആറ്റുവാശ്ശേരി മുഴുവനും അവരങ്ങ് രക്ഷിക്കും എന്നൊക്കെ അല്ലേ പറഞ്ഞത്, ഇപ്പം എന്തായി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് കളിയാക്കി സംസാരിക്കുകയാണ്. ഇവർ ഭയങ്കര ടെൻഷനിൽ നിൽക്കുകയാണ്. എന്നാലും എന്തായിരിക്കും ആ ശ്യാമക്ക് സംഭവിച്ചത് എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ നമ്മുടെ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും ഭയങ്കര ഹാപ്പിയാണ്. എന്നിട്ട് അവരോട് പറയണ്ടേ, ഇനി അവരെ മിസ്സായതിൻ്റെ പേരിൽ ഞങ്ങളുടെ മെക്കിട്ടെങ്ങാനും കയറാൻ വന്നാൽ ഞങ്ങളുടെ ഭാവം മാറും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അങ്ങ് അവിടെ നിന്ന് പോവുകയാണ്. വാ മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് അവരുടെ റൂമിൽ കയറി അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്നാലും ആരായിരിക്കും ശ്യാമിനെ തട്ടിക്കൊണ്ട് പോയത് എന്നൊക്കെ അങ്ങനെ ഇവർ ചിന്തിക്കുകയാണ്. അപ്പോൾ ദേവൻ പറയുന്നുണ്ട്, മിക്കവാറും ഇവർ രണ്ടുപേര് തന്നെ ആയിരിക്കും. ഇവർക്ക് പിന്നെ നമ്മുടെ രാധിക മോൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യം വരുന്നത് ഇഷ്ടമില്ലാത്തവരല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും കൂട്ടി പിടിച്ച് തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാകും, എങ്ങനെയെങ്കിലും അവർ തന്നെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഇവർ ആ ഒരു അനുമാനത്തിലെത്തുകയാണ്. പക്ഷേ വീട്ടിലാണെങ്കിൽ ഭയങ്കര ടെൻഷനും കാര്യങ്ങളും ആരായിരിക്കും എന്നുള്ള ആ ഒരു കാര്യത്തിൽ. എന്തായാലും എപ്പിസോഡ് അങ്ങനെ ഇതൊക്കെ തന്നെയാണ്, ഇങ്ങനെ ശ്യാമിനെ ഇങ്ങനെ കണ്ടെത്താനുള്ള തയ്യാറെടുപ്പിലൊക്കെ. പക്ഷേ നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്, ഒരു പുഴയെന്ന് അവരുടെ സാരിയും അതുപോലെ ചെരുപ്പ് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ശ്യാമയുടെ. അപ്പോൾ ശ്യാമ ആ കായലിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നുള്ള ആ ഒരു തെളിവുകളൊക്കെയാണ് ആ പുഴയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഈ കമ്മീഷണർ വിളിച്ചിട്ട് നേരെ ഈ വർണ്ണനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കുറച്ച് സാധനങ്ങൾ ഈ ശ്യാമയുടെ സാരി ചെരുപ്പ് എന്നുള്ള ഈ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, നിങ്ങളൊന്ന് പെട്ടെന്ന് ഒന്ന് നോക്കൂ അത് അവരുടേതാണോ എന്നൊന്ന് കൺഫേം ചെയ്യാൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ആരതിയും വരുന്നുണ്ട് ആ ഒരു സ്ഥലത്തേക്ക്, ആ പുഴയുടെ അടുത്തേക്ക്. എന്നിട്ട് ആരതിയൊക്കെ ഭയങ്കര ടെൻഷനിലാണ്, ഇനി ഇവർ രണ്ടുപേരും എങ്ങാനും ആത്മഹത്യ ചെയ്തോ എന്നാണ് നമുക്ക് സംശയിക്കേണ്ടത്. കാരണം അതിനുള്ള എല്ലാ തെളിവുകളും ആ ഒരു പുഴയുടെ അടുത്ത് തന്നെ ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ ശത്രുക്കൾ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും. എന്തായാലും ശ്യാമ മരിച്ചോ ഇല്ലെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ശ്യാമയുടെ ആ ഒരു സംസാരമൊക്കെ ഒരു യാത്രയയപ്പ് പോലെയൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്തിരുന്നു. ഇനി അവളെങ്ങാനും ആത്മഹത്യ ചെയ്തോ ഇല്ലേ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ ഓൾ. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്.